നിന്റെ പറച്ചിലായിട്ട് വിചാരിക്കും ഞാൻ നിനക്ക് ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ലാന്ന്. നിനക്ക് ഈ വീട്ടാവശ്യം പിന്നെ കുറച്ച് ഡ്രസ്സും വാങ്ങാനല്ലാണ്ട് വേറെ എന്താവശ്യം നിനക്കുള്ളത്? ഞാൻ വീട്ടിലേക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോകുമ്പോൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ചല്ലേ പോകുന്നത്. അതുപോലെ കുഞ്ഞിന്റെ മീറ്റിങ്ങിനും അവന്റെ സ്കൂളിലോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഓട്ടോയ്ക്കും ബസ്സിനൊക്കെ തന്നെ പോകുന്നു. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് കുറച്ചു കാലമായി ഞാൻ വിചാരിക്കുന്നത് ഒരു സ്കൂട്ടർ വാങ്ങിത്തരാൻ പറ്റുമോ? ഫുൾ ക്യാഷ് കൊടുത്തിട്ട് വേണ്ട, EMI ഇട്ടാ മതി. സ്കൂട്ടറോ? ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇപ്പൊ സ്കൂട്ടർ വാങ്ങേണ്ട കാര്യം എന്താണ്? നീ വീട്ടിലിരിക്കാനല്ലേ, അല്ലാണ്ട് ജോലിക്കൊന്നും പോകണമെന്നും ഇല്ലല്ലോ. ഈ ബസ്സിനും ഓട്ടോയ്ക്കും പോകേണ്ട കാര്യങ്ങൾ മാത്രമല്ലേ നിനക്ക് ഇവിടെ ഉള്ളൂ, അല്ലാണ്ട് മലമറിക്കുന്ന വേറെ വല്ല കാര്യങ്ങളുണ്ടോ? ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വീട്ടിലിരിക്കണം നിനക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും പൈസ കൊണ്ട് കളയണേ? അതല്ലേ അമ്മ ഉദ്ദേശിച്ചത്? കുറച്ച് വർഷങ്ങളായി ഞാൻ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഒരു ജോലിക്കും പോകണ്ട് വീട്ടിലിരിക്കണം, നിനക്ക് എന്തിനാണ് നല്ല ഡ്രസ്സ്, നീ എന്തിനാണ് അത് ചെയ്യുന്നത്, നീ വീട്ടിലിരിക്കല്ലേ, നിനക്ക് എന്തിനാ ഇത് എന്നൊക്കെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് വട്ടപൂജയായിട്ടെ വെറുതെ വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സാധിച്ചു തരുന്നില്ലേ, നീ എവിടേക്കും പോകണ്ടെന്നുള്ളത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ജോലിക്ക് പോവാ, എന്നിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാം. ഒരു 5-6 വർഷേ ഞാൻ നിന്നതുപോലെ എന്റെ മുമ്പിൽ ഒന്ന് കൈനീട്ടി നിന്ന് നോക്ക്. അപ്പൊ അറിയാം നിങ്ങൾക്ക് അതിന്റെ വിഷമം എന്താന്നുള്ളത്. ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോ ഞാൻ ജോലിയും കളഞ്ഞ് വീട്ടിലിരിക്കാൻ തുടങ്ങിയതല്ലേ. അപ്പൊ എന്നോട് എല്ലാവരും എന്താ പറഞ്ഞത്? കുഞ്ഞിനൊരു 6 മാസം ആവട്ടെ, അതിനുശേഷം നീ ജോലിക്ക് വയ്ക്കുവാന്ന്. കുട്ടിക്ക് 6 മാസമായപ്പോ നിങ്ങൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞിനൊന്ന് സ്കൂളിൽ ചേർക്കുന്നവരെ കാത്തുക്ക്, അത് കഴിഞ്ഞ് ജോലിക്ക് വയ്ക്കുവാന്ന്. അപ്പോഴത്തേക്കും 2ാമത്തെ കുട്ടി വേണം, അതും കഴിഞ്ഞ ശേഷം ജോലിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടല്ലേ അമ്മ വന്നത്. ഇപ്പൊ 2ാമത്തെ കുട്ടിക്ക് 8 മാസമായി, മൂത്ത കുട്ടിക്ക് 4 വയസ്സ്. ഇനി ഞാൻ എന്തിനു വേണ്ടേ കാത്തുക്കണ്ടേ? ഈ ഒരു സമയത്ത് നല്ലൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ഇപ്പൊ എനിക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അത് വിട്ടുകളയാൻ എളുപ്പാ, പക്ഷെ പിന്നീട് ഇതുപോലെ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കണമെന്നില്ല. നീ ജോലിക്ക് പോണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിലൊന്നും ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷെ കുട്ടികളെ കാര്യം ആര് നോക്കും? നീ അത് പറയേ. എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് ജോലിയും എല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നത് തന്നെയാണ്. നമ്മൾ ജീവിക്കുന്നതന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ. അതിലിപ്പോ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി കളഞ്ഞ് വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം ഇങ്ങനെ പരിഭവവും വഴക്കൊക്കെ ഇവിടെ ഉണ്ടാക്കേണ്ട കാര്യം എന്താ ഉള്ളത്? കുട്ടികളായി കഴിയുമ്പോൾ നമ്മൾ സ്ത്രീകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ ശരിയാകുമോ? മക്കൾക്ക് വേണ്ടി മാത്രം എല്ലാം മാറ്റിവെച്ച് ജീവിച്ചാണല്ലേ അമ്മ. ഇന്നിതാ മക്കളൊക്കെ പഠിച്ചു വളർന്നു ജോലിയായി, എല്ലാവരും പല വഴിക്കായി. ഇപ്പോഴും അമ്മയ്ക്ക് ഒരു മാക്സി വാങ്ങണമെങ്കിൽ പോലും ഒരു 200 രൂപയ്ക്ക് വേണ്ടി ഏട്ടന്റെ മുമ്പിൽ എത്ര പ്രാവശ്യം കൈനീട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാനും നാളെ എന്റെ മക്കളുടെ മുമ്പിലും കൈനീട്ടി നിൽക്കണം എന്നാണ് അമ്മ പറയുന്നത്.